അല്പസമയം മുമ്പാണ് മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു എന്നുള്ള വാർത്ത വരുന്നത്. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വീട്ടിൽ തന്നെയായിരുന്നു, എളമക്കരയിലെ വീട്ടിൽ തന്നെയായിരുന്നു അന്ത്യം. അവരോട് ചേർന്നുള്ള ആളുകളൊക്കെ തന്നെ വീട്ടിലുണ്ടായിരുന്നു. മോഹൻലാൽ പിന്നീട് എത്തുകയായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. ശേഷം ഡോക്ടർ വീട്ടിലെത്തിയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. 90 വയസ്സായിരുന്നു. നമുക്കറിയാം, മോഹൻലാലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം ചെലുത്തിയ ഒരു വ്യക്തി തന്നെയാണ് നടനെ നഷ്ടമായിരിക്കുന്നത്. അമ്മയെക്കുറിച്ച് എപ്പോൾ ചോദിച്ചാലും പറയുന്ന വാക്കുകൾ അത്രയേറെ പ്രിയപ്പെട്ടതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ജീവിതത്തിലെയും കരിയറിലെയും വിജയങ്ങൾക്ക് പിന്നിലെ പ്രധാന ശക്തിയാണെന്ന് എപ്പോഴും മകൻ പറയാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അമ്മയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ ഒരു എളമക്കരയിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, മോഹൻലാലിൻ്റെ സ്കൂൾ കാലഘട്ടവും കോളേജ് കാലഘട്ടവും ഒക്കെ തന്നെ ഇവിടെ തിരുവനന്തപുരത്തെ വീട്ടിൽ തന്നെ ആയിരുന്നു. അതിനുശേഷമാണ് മോഹൻലാൽ സിനിമയിലേക്ക് എത്തി. അതിന് കുറച്ച് കാലം സിനിമയിൽ തുടർന്നതിന് ശേഷമാണ് പിന്നെ എളമക്കരയിലെ വീട്ടിലേക്ക് മാറുകയുണ്ടായത്. അമ്മയും കൂട്ടി തന്നെയായിരുന്നു എളമക്കരയിൽ ഈ ഒരു അമ്മയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അച്ഛൻ്റെയും അതുപോലെ തന്നെ സഹോദരൻ്റെയും മരണത്തിന് ശേഷം അമ്മ ഇവിടെ തന്നെ തുടരുകയായിരുന്നു. എപ്പോഴാണെങ്കിലും ഏതൊരവസരത്തിലും മകൻ ഇത്രയും തിരക്കാണെന്ന് എനിക്കറിയാം, അതിനുശേഷവും മകൻ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും എന്നെ വിളിക്കാറുണ്ട് എന്ന് അമ്മ തന്നെ പ്രതികരിച്ചിട്ടുള്ളതാണ്, അമ്മ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അമ്മയുടെ ഓരോരോ ഫോട്ടോ കാണുമ്പോഴൊക്കെ നമുക്കറിയാം അത്രമേറെ പ്രിയപ്പെട്ടതായിരുന്നു എന്നുള്ളത്. അതാണ് ഇപ്പോൾ ഞാൻ ഉള്ളത് മോഹൻലാലിൻ്റെ വീട്ടിലാണ്. ഇവിടെ ഇപ്പോൾ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബന്ധുക്കളും എല്ലാവരും വിവരം അറിഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ഇവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു വീട് തന്നെയാണ് അവരുടെ ജീവിതത്തിലും എല്ലാം തന്നെ പ്രധാനപ്പെട്ടത്. ഇപ്പോൾ പക്ഷാഘാതത്തെ തുടർന്ന് ഒരു 10 വർഷമായി ഇവിടെ ചികിത്സയിൽ തന്നെയായിരുന്നു. അടുത്തുള്ള അമൃത ഹോസ്പിറ്റലിലായിരുന്നു ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2024 അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ ഈ ഒരു ആഘോഷങ്ങളൊക്കെ നടന്നിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളടക്കമുള്ള എല്ലാവരും തന്നെ ആ അമ്മയുടെ പിന്നീട് ഈ ഒരു അസുഖത്തിന് ശേഷം ആ ഒരു ചിത്രം പങ്കുവച്ചതിലൂടെ കാണുകയുണ്ടായത്. അപ്പോൾ അത്രമേൽ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ ജീവിതത്തിൽ നഷ്ടമായിരിക്കുന്നത്. എപ്പോഴും അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്നേഹം നമ്മുടെ മോഹൻലാലിൻ്റെ അടക്കം വാക്കുകൾ തന്നെ വ്യക്തമാണ്. അതുപോലെ തന്നെ 2025 ഇപ്പോൾ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചപ്പോൾ ആദ്യം കൊച്ചിയിലെത്തി അമ്മയുടെ അനുഗ്രഹം വാങ്ങുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അപ്പോൾ ഒരു ബന്ധം, നമുക്ക് ഇത്രയും വലിയൊരു അവാർഡ് ലഭിക്കുമ്പോഴും അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തുക എന്നുള്ളത് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു, പ്രധാനപ്പെട്ടത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാണ് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് ആ വ്യക്തി എന്നുള്ളത്. അപ്പോൾ അല്പസമയം മുമ്പാണ് ഒരു 2:30 കൂടി തന്നെയാണ് നമുക്ക് എല്ലാവർക്കും വിവരം ലഭിക്കുന്നത് ശാന്തകുമാരി അമ്മ വിടവാങ്ങി എന്നുള്ളത്. എപ്പോഴും ഒരു പോസിറ്റീവായിരിക്കണമെന്നും ശുഭാപ്തി വിശ്വാസം കൈവിടരുത് എന്നാണ് തന്നെയാണ് അമ്മയോട് താൻ എപ്പോഴും പറയാറുണ്ടായിരുന്നത് എന്നടക്കം മോഹൻലാൽ പറഞ്ഞതാണ്. ഈ ഒരു അമ്മയെ തിയേറ്ററിൽ കൊണ്ട് കാണിക്കാൻ സാധിക്കാത്തതിൽ, അതായത് താൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്തതായിരുന്നു ബറോസ് എന്ന ചിത്രം, അത് അമ്മയെ തിയേറ്ററിൽ കൊണ്ടുപോയി കാണിക്കാൻ സാധിക്കാത്തതിലുള്ള വിഷമടക്കം മോഹൻലാൽ പങ്കുവയ്ക്കുകയുണ്ടായതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് അപ്പോൾ ഹൈബിയുടെ അമ്മയുടെ മരണസമയത്ത് മോഹൻലാൽ അവിടെ തന്നെ ഉണ്ടായിരുന്നോ ആര്യ? അതിനുശേഷമാണ് ഈ ഒരു വിവരം അറിഞ്ഞപ്പോഴാണ് മോഹൻലാൽ ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. മരിക്കുന്ന സമയത്ത് അവരെ ചികിത്സയ്ക്കായിട്ടും മറ്റും വീട്ടിലുണ്ടായിരുന്നവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഡോക്ടർ എത്തി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മരണവിവരം അറിഞ്ഞ് സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അമൃത, ഇപ്പോൾ സിനിമാ പ്രവർത്തകരും അതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കളും കൂടെ പ്രവർത്തിക്കുന്നവരും എല്ലാം തന്നെ ഇവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാന നേതാക്കന്മാരടക്കം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് എല്ലാവരിലേക്കും ഈ ഒരു വിവരം അറിയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും എത്തുന്നതേ ഉള്ളൂ. നാളെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരത്തായതിനാൽ അവിടെ നിന്നും ബന്ധുക്കളെല്ലാം തന്നെ എത്തേണ്ടത്, പല സ്ഥലങ്ങളിലായിട്ട് ബന്ധുക്കളുണ്ട്, അവരെല്ലാം തന്നെ ഇങ്ങോട്ട് എത്തേണ്ട ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇവിടത്തേക്ക് എല്ലാവരും വീട്ടിലേക്ക് എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു അമ്മയുടെ അന്ത്യം. ഇപ്പോൾ അവിടേക്ക് വിവരം പറഞ്ഞ് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ആര്യ വിനോദാണ് വിവരങ്ങൾ നൽകി.